ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് വെബ് മാർക്കറ്റിംഗ്. നിങ്ങൾക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞറിയാം അല്ലെ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സെല്ലിംഗ് അല്ലെ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് എടുത്ത് മാർക്കറ്റ് ചെയ്യണതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ട്രഡീഷണൽ മോഡ് ഓഫ് മാർക്കറ്റിംഗ് അറിയാം. പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യുക, ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യുക, ടി വിയിൽ അഡ്വർടൈസ് ചെയ്യുക, റേഡിയോയിൽ അഡ്വർടൈസ് ചെയ്യുക, ഹോർഡിങ്സ് വയ്ക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ മോഡ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യണേ? ഒരുപാട് പേര് പേപ്പർ വായിക്കും. അപ്പൊ അവിടെ കൊണ്ട് അഡ്വർടൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യുന്നത്. ടി വിയിലെ ഒരുപാട് പേര് ടി വി കാണും. മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് എന്തിട്ട് ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്? ഇത് അവരെപ്പോഴും ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയി അവർ അഡ്വർടൈസ് ചെയ്യും. അങ്ങനെയാണ് ഇന്റർനെറ്റ് വന്നു, കമ്പ്യൂട്ടർ വന്നു. അങ്ങനെ എല്ലാവരും ഇപ്പൊ കമ്പ്യൂട്ടറിൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ഇന്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഉണ്ടായത്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ഇന്റർനെറ്റിൽ അഡ്വർടൈസ് ചെയ്യുക, ഇന്റർനെറ്റിൽ നിന്ന് ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യുക, ഇന്റർനെറ്റ് വഴി നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക, ഇന്റർനെറ്റ് വഴി നമ്മുടെ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുക. ഇതിനാണ് എന്ത് പറയണേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരുപാട് സൈറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇന്റർനെറ്റിൽ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. നിങ്ങൾ ഇന്റർനെറ്റിൽ ഒരുപാട് സൈറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലുള്ള ഒരു സൈറ്റാണ് എന്ത്? ഇപ്പൊ സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കും അല്ലെ? അപ്പൊ നമ്മൾ ഗൂഗിളിൽ ഇവിടെ സപ്പോസ് നിങ്ങൾക്ക് പറയണം ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി. ഇവിടെ ഏറ്റവും ആദ്യം കണ്ട AD 3 AD ഉണ്ട്. അതിന്റെ അർത്ഥം അതെന്താണ്? അഡ്വർടൈസ്മെന്റ്. അതിനെ പറയുന്നതാണ് അഡ്വർടൈസ്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ വെബിനാറിൽ എടുത്തിരിക്കുന്ന കാര്യം. അല്ലെങ്കിൽ അതിനെ പറഞ്ഞ മറ്റൊരു പേരാണ് എന്ത്? പേപ്പർ ക്ലിക്ക്, PPC. അല്ലെങ്കിൽ അതിനെ പറഞ്ഞ മറ്റൊരു പേരാണ് എന്താണ്? ഗൂഗിൾ ആഡ്സ്. ഓക്കെ. അപ്പൊ നമുക്ക് ഗൂഗിൾ വഴി നമ്മുടെ പ്രൊഡക്റ്റിനും സർവീസിനും ഇതേപോലെ ഇവിടെ ആഡ് ഇടാം. അതിനെ പറഞ്ഞതാണ് പേപ്പർ ക്ലിക്ക്. ഇത് നമ്മൾ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഇതേപോലെ ആഡ് പ്ലേസ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കും, പ്രാക്ടിക്കലി തന്നെ പഠിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ കണ്ട ഈ അസറ്റ് ഹോംസ്, മാജിക് ബ്രിക്സ്, ഇതിനൊന്നും എന്തില്ല? ആഡ് ഇല്ല. ഈ ഭാഗത്തിനൊന്നും എന്തില്ല? ആഡ് ഇല്ല. ഇതിനെ പറയുന്നതാണ് എന്ത്? SEO, അല്ലെങ്കിൽ അതിനെ പറഞ്ഞ മറ്റൊരു പേരാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് നമ്മൾ പഠിക്കും. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സൈറ്റ് നമ്മുടെ ഗൂഗിളിൽ ടോപ്പിൽ ചെയ്യാന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലി പഠിക്കും. പിന്നെ നിങ്ങളുടെ ധാരാളം മാപ്പ് കാണാം. മാപ്പിൽ എന്ന് പറയുന്നത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ ഒരു കമ്പനി ഉണ്ട്, നമ്മുടെ അഡ്രസ്സ് നമുക്ക് മാപ്പിൽ ലിസ്റ്റ് ചെയ്യാം. അതിനെ പറയുന്നതാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയും. ഗൂഗിൾ മൈ ബിസിനസ് അത് നമ്മൾ പഠിക്കും. ഗൂഗിൾ മൈ ബിസിനസ്. അതായത് ഗൂഗിൾ വഴി നമുക്ക് 3 തരത്തിൽ വിസിറ്റർ കൊണ്ടുവരാം. ഒന്ന് PPC വഴി കൊണ്ടുവരാം, 2 SEO വഴി കൊണ്ടുവരാം, പിന്നെ ഗൂഗിൾ മൈ ബിസിനസ് വഴി കൊണ്ടുവരാം. അപ്പൊ ഗൂഗിൾ വഴിയുള്ള മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ വഴിയുള്ള മാർക്കറ്റിംഗിനെ പറയുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ പറയുന്ന പേരാണ് SEM. ക്ലിയർ? ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്തെടുത്ത ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും. ഫേസ്ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതേപോലെ ഇത് സ്പോൺസേഡ് ആണ്. വൈറ്റ് ഹാറ്റ് ജൂനിയർ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പെയ്ഡ് ആഡ് ആണ്. നമുക്കും ഫേസ്ബുക്കിൽ അത് പോസിബിൾ ആണ്. ഞാനത് പഠിപ്പിക്കും. എങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മുടെ പ്രൊഡക്റ്റ് വഴി നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ എത്തിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ. അതിനെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓക്കെ. അതേപോലെ നമ്മൾ കവർ ചെയ്യുന്ന അടുത്ത ഏരിയകളാണ് ഗൂഗിൾ അനലിറ്റിക്സ്, ലീഡ് ജനറേഷൻ, ഡിജിറ്റൽ ബ്രാൻഡിങ്. ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ. ഇതാണ് നമ്മളൊരു എന്താ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് പറഞ്ഞതാണ്. SEM എന്ന് പറയുന്നത് എന്താ? സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്.
സെർച്ച് എഞ്ചിൻ വഴി ചെയ്യുന്ന എല്ലാ പ്രൊമോഷനും പറയുന്ന പേരാണ് SEM. ഇപ്പോ SEMൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SEM എന്ന് പറയുന്നത് എന്താ? TPC, SEO, ഗൂഗിൾ മൈ ബിസിനസ്. അതായത് ഗൂഗിൾ വഴി നമുക്ക് എന്തൊക്കെ തരത്തിൽ പ്രൊമോട്ട് ചെയ്യാം. ഗൂഗിൾ വഴി നമുക്ക് പെയ്ഡ് ആഡ് ചെയ്യാം, ഗൂഗിൾ വഴി നമുക്ക് SEO ചെയ്യാം, ഗൂഗിൾ വഴി നമ്മുടെ മാപ്പ് ലിസ്റ്റ് ചെയ്യാം. അതിനെല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് എന്ത്? SEM, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്.